നമസ്കാരം. തേജസ് എന്നൊരു വാക്ക് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഈ തേജസ്? ഇത് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു ആന്തരിക അഗ്നിയെക്കുറിച്ചുള്ള പുരാതനമായൊരു സങ്കല്പമാണ്. നമ്മുടെ ഊർജ്ജത്തെയും ചിന്തയുടെ വ്യക്തതയും ഒക്കെ ഇതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? വരൂ, നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം. ഈയൊരു ആശയം കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ഈശാവാസ്യോപനിഷത്തിലെ വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയോടെ തുടങ്ങാം. ഇവിടെ തേജസ്സിനെ സൂര്യന്റെ പ്രകാശിക്കുന്ന ഊർജ്ജത്തോടാണ് ബന്ധിപ്പിക്കുന്നത്. പക്ഷേ ഇതൊരു പുറമേയുള്ള പ്രകാശമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു ആത്മീയ ശക്തിയാണ്. അപ്പോൾ എന്താണ് ഈ തേജസ് എന്ന് ചോദിച്ചാൽ ഏറ്റവും സിമ്പിളായി പറയാവുന്നത് അത് നമ്മുടെ വാക്കിൻ്റെ, നമ്മുടെ സംസാരത്തിൻ്റെ സത്തയാണ്. അതെ, നമ്മൾ സംസാരിക്കുന്ന രീതിയും നമ്മുടെ ഉള്ളിലെ ഈ ഊർജ്ജവും തമ്മിൽ വളരെ വലിയൊരു ബന്ധമുണ്ട്. ഇതൊന്ന് മനസ്സിൽ കാണാൻ ശ്രമിച്ചു നോക്കൂ. നല്ല തെളിച്ചമുള്ള ശക്തമായ തേജസ്സുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ അതൊരു തിളങ്ങുന്ന കെടാത്തൊരു തീനാളം പോലെയായിരിക്കും. വാക്കുകളിൽ വ്യക്തതയുണ്ടാകും, സത്യസന്ധതയുണ്ടാകും. എന്നാൽ തേജസ് കുറവാണെങ്കിലോ സംസാരം ഒരു പുക പോലെയാകും. ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ, ചിലപ്പോൾ കഠിനമായ വാക്കുകൾ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സംസാരം നമ്മുടെ ഉള്ളിലെ അഗ്നിയുടെ ഒരു പ്രതിഫലനമാണ്. ശരി, അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ തീയെ എങ്ങനെ ആളിക്കത്തിക്കാം? അതിന് പല വഴികളുണ്ട്. നമുക്ക് ആദ്യത്തെ വഴിയിലേക്ക് കടക്കാം. അത് ശബ്ദത്തിന്റെ ശക്തി ഉപയോഗിച്ചുള്ള പരിശീലനങ്ങളാണ്. നോക്കൂ, തേജസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട മന്ത്രങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ പ്രത്യേകതയാണ്. ഉദാഹരണത്തിന്, ഹ്രീം എന്ന മന്ത്രം നമ്മുടെ സംസാരത്തെയും ജീവശക്തിയെയും ഉണർത്താൻ സഹായിക്കും. ഹൂം ആണെങ്കിൽ വളരെ തീവ്രമായ ഒരു അഗ്നിമന്ത്രമാണ്. അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം. അതുപോലെ ധൂം, ഓം, ഗായത്രി മന്ത്രം, ഇവയ്ക്ക് ഓരോന്നിനും നമ്മുടെ ആന്തരിക ഊർജ്ജത്തെ സ്വാധീനിക്കാൻ അതിൻ്റേതായ കഴിവുണ്ട്. ഇവിടെ വളരെ രസകരമായൊരു കാര്യമുണ്ട് അല്ലേ? ഒരു വശത്ത് ശബ്ദം, മറുവശത്ത് നിശബ്ദത. മന്ത്രങ്ങൾ ജപിക്കുന്നത് ഒരു പ്രത്യേക ശബ്ദവീചിക കൊണ്ട് നമ്മുടെ ഊർജ്ജത്തെ ഉണർത്തുന്നു. അതേസമയം നമ്മൾ മൗനം പാലിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുമ്പോൾ ആ ഊർജ്ജം പുറത്തേക്ക് പോകാതെ നമ്മുടെ ഉള്ളിൽ തന്നെ സംഭരിക്കപ്പെടുന്നു. അപ്പോൾ രണ്ടും ഒരുപോലെ ശക്തമായ ടൂൾസാണ്. ശബ്ദത്തിൽ നിന്ന് നമുക്ക് നേരെ നമ്മുടെ മനസ്സിന്റെ ലോകത്തേക്ക് പോകാം. കാരണം നമ്മുടെ ചിന്തകളാണ് ഈ ആന്തരിക ജ്വാലയെ നിയന്ത്രിക്കുന്നത്. അതിനെ എങ്ങനെ ഫോക്കസ് ചെയ്യാം, എങ്ങനെ ശരിയായ ദിശയിലേക്ക് നയിക്കാമെന്ന് നോക്കാം. ജ്ഞാനത്തിന്റെ ദേവനായ ഗണപതിയെ നോക്കൂ. തടസ്സങ്ങൾ നീക്കുന്നവൻ. നമ്മുടെ മനസ്സിലെ തടസ്സങ്ങൾ, ആ ആശയക്കുഴപ്പങ്ങളൊക്കെ മാറുമ്പോഴാണ് ഉള്ളിലെ തീ, ആ തേജസ് ശരിക്കും തെളിഞ്ഞു കത്തുന്നത്. അപ്പോൾ മാനസികമായ വ്യക്തത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കാൻ പ്രധാനമായിട്ടും 2 വഴികളാണ് പറയുന്നത്. ഒന്ന്, വിവേകം, അതായത് ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, യാഥാർത്ഥ്യത്തെ മിഥ്യയിൽ നിന്ന് വേർതിരിച്ചറിയുക. രണ്ടാമത്തേത് വിചാരം. ഇത് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒന്നാണ്. ഞാനെന്ന് നമ്മൾ പറയുന്ന ആ ചിന്തയുടെ ഉറവിടം എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുക. ഈ പരിശീലനങ്ങൾ നമ്മുടെ മനസ്സിന്റെ അഗ്നിയെ കൂടുതൽ ശക്തമാക്കും. ഇവ കൂടാതെ വേറെയും ചില ടെക്നിക്കുകളുണ്ട്. ചിലർക്കെങ്കിലും കേട്ട് പരിചയമുണ്ടാവും. ത്രാടകം, ഒരു നെയ്വിളക്കിന്റെ നാളിലേക്ക് തന്നെ നോക്കിയിരുന്ന് ഏകാഗ്രത വർദ്ധിപ്പിക്കുന്ന രീതിയാണത്. അതുപോലെ സ്വർണം, ഓറഞ്ച്, ചുവപ്പ് പോലുള്ള തീവ്രമായ നിറങ്ങളെ മനസ്സിൽ ധ്യാനിക്കുന്നതും അല്ലെങ്കിൽ അഗ്നിരൂപത്തിലുള്ള ദേവതകളെ ധ്യാനിക്കുന്നതും തേജസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പം നമ്മൾ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞു, മനസ്സിനെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മുടെ ശരീരത്തിലേക്ക് വരാം. കാരണം നമ്മുടെ ഭൗതികമായ ശരീരം ഈ ഊർജ്ജത്തെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കണ്ടേ? ശരീരത്തിനെ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, പ്രാണായാമം, അതായത് ശ്വാസം നിയന്ത്രിക്കുന്നത്, പിന്നെ ഉപവാസം. ഇവ രണ്ടിനും നമ്മുടെ ആന്തരിക അഗ്നി വർദ്ധിപ്പിക്കുന്നതിൽ വളരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. പിന്നെ അഗ്നിയിൽ സമർപ്പണങ്ങൾ നടത്തുന്ന യജ്ഞങ്ങൾക്കും അതിൻ്റേതായ പങ്കുണ്ട്. ചില വസ്തുക്കൾക്കും നമ്മുടെ തേജസ് കൂട്ടാൻ സഹായിക്കാൻ പറ്റും. ഉദാഹരണത്തിന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ചില കാര്യങ്ങൾ, തുളസി, ഇഞ്ചി, കറുവപ്പട്ട പോലുള്ള സാത്വിക സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ഉള്ളിലെ ചൂടും ഊർജ്ജവും വർദ്ധിപ്പിക്കും. അതുപോലെ മാണിക്യം, പവിഴം പോലുള്ള ചില രത്നങ്ങളും, ചന്ദനം, കർപ്പൂരം പോലുള്ള സുഗന്ധതൈലങ്ങളും തേജസ്സിനെ സ്വാധീനിക്കാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ഈ പറഞ്ഞ രത്നങ്ങളോ എണ്ണകളോ പോലുള്ള പുറമേയുള്ള വസ്തുക്കളെക്കാൾ എത്രയോ മടങ്ങ് ശക്തമാണ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മന്ത്രങ്ങളും ധ്യാനവുമൊക്കെ. നമ്മുടെ ആന്തരിക പരിശീലനങ്ങൾക്കാണ് എപ്പോഴും കൂടുതൽ പ്രാധാന്യം. ശരി, അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഈ തേജസ്? അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആത്മീയമായ ഊർജ്ജമാണ്, ഒരു അഗ്നിയാണ്. അത് നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെയെല്ലാം പുറത്തേക്ക് പ്രകാശിക്കുന്നു. സത്യത്തിൽ ഈ തേജസ് എന്ന് പറയുന്നത് സത്യത്തിലേക്കുള്ള നമ്മുടെ ഓരോരുത്തരുടെയും യാത്രയുടെ പ്രതീകമാണ്. മുകളിലേക്കുയരുന്ന ആ തീനാളം പോലെ
നമ്മുടെ ആഗ്രഹങ്ങളും ഇച്ഛാശക്തിയുമെല്ലാം മുകളിലേക്കാണ്, സത്യത്തിലേക്കും വ്യക്തതയിലേക്കും. അപ്പോ ഈ അറിവെല്ലാം വെച്ച് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഈ തീയെ, ഈ തേജസ്സിനെ നിങ്ങൾ എങ്ങനെയാണ് പരിപാലിക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നന്ദി.